RCB ICUലാണല്ലോ. ഇത്തവണ മാച്ച് ICUൽ വെച്ച് നടത്തിയാലോ? അതാവുമ്പോ കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ദ്രന്റെ ആസ്തിയുടെ അർദ്ധഭാഗം രാമന്. അതും അവന്റെ കല്യാണം കഴിഞ്ഞാലുടനെ അവന്റെ പേരിലാവൂല്ലേ? ഞാനൊന്ന് നോക്കട്ടെ അതെങ്ങനെ പേരിലാക്കൂന്ന്. ഇനിയിപ്പൊ നിങ്ങളുടെ BP ഉടനെ തന്നെ കൂടാൻ പോവാണല്ലോ. ഭാർഗവി, ഭാർഗവി, ഭാർഗവി. അച്ഛാ, എന്തു പറ്റിയച്ചാ? അച്ഛാ, അപ്പോ വിശ്വാ, സാധന. ചേച്ചിയാണല്ലോ വിളിക്കുന്നത്. അച്ഛൻ എന്തെങ്കിലും പറ്റിക്കാണും. അച്ഛാ, വിശ്വാ. ഇവിടെ ആരെങ്കിലും ICUലായോ? ഭാർഗവ്, എന്തു പറ്റി? അച്ഛാ, അച്ഛ എന്തു പറ്റിയച്ചാ? അച്ഛാ, അപ്പോ പാവം, എന്ത് രസമായിട്ടാ ഉറങ്ങുന്നേ. വിളിച്ചെണീപ്പിക്കണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. എന്താ മോനെ ഇത്ര വേഗം എഴുന്നേറ്റ് റെഡിയായത്? ഓഫീസിലേക്കാണോ? അതേമേ, ഒരുപാട് ജോലിയുണ്ട്. അല്ല, നിങ്ങൾക്ക് വേറെ പ്ലാൻസ് ഒന്നും ഇല്ലേ? അല്ല, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചോളാം. അതല്ല മോനെ, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് എല്ലാവരും പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങില്ലേ? പക്ഷെ ഞാനിപ്പോ ഇവിടെയാണല്ലോ. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ. എനിക്ക് ഈ പ്ലാൻസ് ഒന്നും മനസ്സിലായില്ല. അയ്യോ, ഞാനതെങ്ങനെ പറയാ? ഇല്ല അമ്മേ, പറഞ്ഞോളൂ, കുഴപ്പമില്ല. എനിക്ക് അറിയാഞ്ഞിട്ടാ. നീ ഇതെന്താ മോനെ ഇങ്ങനെ? ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാം വളരെ ഫാസ്റ്റ് ആണെന്ന് കരുതിയേ. നീ പക്ഷെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന എന്താ? അല്ല, ഹണിമൂണിന് പോകാനുള്ള പ്ലാനൊന്നും ഇല്ലേന്നാ ചോദിച്ചേ. അതാണ്, അതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഗുഡ് മോർണിംഗ് ഏട്ടാ. ഗുഡ് മോർണിംഗ് പാപ്പാജി. ദാ കുടിക്ക. ചേച്ചി എണീറ്റിട്ട് അവർക്കും കൊടുത്തോളാം. എന്താ പ്രിയ ഇതുവരെ എണീറ്റില്ലേ? എന്റെ ഭഗവാനെ, എന്ന് ഈ കൊച്ചിനിത്തിരി വിവരം വെക്ക. കല്യാണം കഴിഞ്ഞ നേരത്തെ എണീറ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് ഇവക്ക് അറിയില്ലേ? നിൽക്കട്ടെ, എന്തിനാ കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാം ചേഞ്ച് ചെയ്യുന്നേ? എനിക്ക് അവളൊരു ടിപ്പിക്കൽ ഹൗസ് വൈഫായി രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കളം വരയ്ക്കണമെന്നോ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്നോ, വീട്ടിൽ തന്നെ ഉണ്ടാവണം, അങ്ങനെയൊന്നുമില്ല. അവൾ ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ മതി. എന്നാലും മോനെ പാവം, 5 രാവിലെ എഴുന്നേറ്റ് എല്ലാം ജോലിയും ചെയ്യേണ്ടി വന്നില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഈ വീട് എനിക്ക് പരിചയമായിട്ടില്ല. അമ്മേ, പാവന്റെ അനിയത്തിയല്ല. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഇവളുണ്ടാക്കുന്ന ഈ കഷായം കുടിക്കണ്ടേ? ഞാനാ പാവം. കുടിച്ചേ പറ്റൂ. ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ സഹിച്ചേ പറ്റൂ.
വെച്ചതാ. എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. ഓഫീസിലേക്ക് പോവാറായോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അലാറം ഓഫ് ചെയ്തത് ഞാനാ. വിളിച്ചൂടായിരുന്നോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കില്ലായിരുന്നോ? അതൊന്നും കുഴപ്പമില്ല. നീയുണ്ട്, അമ്മയുണ്ട്, എന്റെ അനിയത്തിയുണ്ട്, സിഹിയുണ്ടല്ലോ. എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേ. ഓഫീസിൽ ലീവുള്ള നിനക്കാ, എനിക്കല്ല. ഞാൻ ഇറങ്ങട്ടെ. പപ്പാജി, ഇത് നീ കുടിച്ചോട്ടോ. ബൈ ബൈ ബൈ. ടേക്ക് കെയർ. അല്ല പ്രിയ, അവൻ ജോലിക്കെന്ന് പറഞ്ഞിറങ്ങുമ്പോ നീ ടാറ്റ കൊടുത്ത് പറഞ്ഞയക്കുന്ന എന്താ? പോകണ്ടെന്ന് പറയണ്ടേ? ഹണിമൂൺ പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പോ ഒരു പ്ലാനും ഇല്ലെന്നാ പറഞ്ഞേ. നിനക്ക് ഈ ഹണിമൂൺ ഒന്നും വേണ്ടേ? അമ്മേ, നിങ്ങൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കേ. ഹണിമൂൺ എന്ന് വെച്ചാ എന്താ? നിങ്ങളൊക്കെ സ്കൂളിലെ ബാക്ക് ബെഞ്ച് സ്റ്റുഡൻസ് ആയിരുന്നോ? എന്ത് ചോദിച്ചാലും ചിരിക്കുന്നത് എന്താ? നീ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ആൻസർ തരാം. ആദ്യം ഞാൻ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കട്ടെ. ഓക്കെ? നീ ഫുഡ് റെഡിയാക്കോ? വൗ! നീ നോക്കിക്കോ, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കും. മുത്തശ്ശ, എന്തിനാ ഇങ്ങനെ സ്ട്രെസ് എടുക്കാൻ നിൽക്കുന്നത്? ഒന്ന് സമാധാനമായിട്ടിരുന്നൂടെ മുത്തശ്ശന്? കണ്ടോ, പിന്നെ BP റൈസ് ആയില്ലേ? നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ ആവും. ആദ്യം എനിക്ക് സീതയുടെ വീട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിക്കണം. നാളെ തന്നെ അങ്ങോട്ട് പോണം. കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാനാ. കണ്ടില്ലേ ഭാർഗവി, ഞാൻ കല്യാണക്കാര്യം പറഞ്ഞപ്പോ അവൻ ഫോൺ എടുക്കാൻ തുടങ്ങി. ആരാ മോനെ അത്? മുത്തശ്ശ, സീതയുടെ മെസ്സേജാ. മുത്തശ്ശൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അവള് ചോദിക്കുന്നത്. ഓ, അവളുടെ മെസ്സേജാ. അവക്ക് എന്നോട് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടം വരെ വന്ന് നേരിട്ട് സംസാരിച്ചിട്ട് പരിചയപ്പെടണ്ടേ? പരിചയപ്പെടാനൊക്കെ എന്തിരിക്കുന്നു മുത്തശ്ശ? അവിടെ ആരൊക്കെ ഉണ്ടെന്ന് മുത്തശ്ശൻ നന്നായിട്ട് അറിയാവുന്നല്ലേ. സീതയും പിന്നെ അപ്പോ ഇപ്പൊ അത് വേണ്ടപ്പോ. നീ നോക്കച്ച, അച്ഛൻ ഇപ്പൊ റെസ്റ്റ് എടുക്ക്. അച്ഛന്റെ BP വല്ലാതെ ഉയർന്നിട്ടുണ്ട്. അല്ല ഭാർഗവി, എനിക്ക് സീതയോടൊന്ന്. അച്ഛനോട് സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇപ്പൊ വേണ്ട അച്ഛാ, റെസ്റ്റ് എടുക്ക്. അപ്പോ നീ ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നേ. എന്താ മേമ? വാട പറയാം. നോക്കിരാമ, എനിക്ക് സീതയോടൊന്ന് സംസാരിക്കണം. അവളെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? ഓക്കെ മുത്തശ്ശ, ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. അതുവരെ മുത്തശ്ശൻ നന്നായി റെസ്റ്റ് എടുക്കുക. ഓക്കെ? ഗുഡ് മോർണിംഗ് കുട്ടാ. ഇന്നലെ രാത്രി സീതമ്മ ഇല്ലാതെ ഉറക്കം വന്നോ നിനക്ക്? എനിക്കാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാ ഒന്ന് ഉറങ്ങാൻ പറ്റിയത്. നിന്നെ വല്ലാതെ മിസ് ചെയ്തു കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ എവിടെയാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്നെ തട്ടിക്കൊണ്ട് പോയതാന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചുപോയി. എന്നിട്ടാ പിന്നെ ഈ ജനലില് കർട്ടനൊക്കെ കണ്ടില്ലേ, അപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ പ്രിയാന്റിയുടെ വീട്ടിലാണെന്ന്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ നീ? ഗുഡ് ഗേൾ. അവിടെ അഞ്ജലി ചേച്ചിയും പ്രിയാന്റിയും ഒന്നും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. അവർക്കൊക്കെ ഒരുപാട് ജോലി ഉണ്ടാവും. ഇപ്പോഴല്ലേ വീട്ടിലേക്ക് എത്തിയത്, കേട്ടോ? ഇല്ല സീതമ്മ, ഞാൻ ഒരാളെ ബുദ്ധിമുട്ടാക്കില്ല. ഗുഡ് ഗേളാ മോള്. ഉച്ചയ്ക്ക് ഞാൻ വരട്ടെ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ? വൈകുന്നേരം വരുമോ പ്ലീസ്? എനിക്ക് അഞ്ജലി ചേച്ചിയോടുത്ത് കൊറേ സംസാരിക്കണം. മോളെ, ഇഞ്ചക്ഷൻ മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോ അമ്പലത്തിലേക്ക് പോവാ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാട്ടോ. എന്ത് പറ്റി മോളെ? രാമു. സീതമ്മ, അഞ്ജലി ചേച്ചിക്ക് ഏതോ ഒരു കോള് വരുന്നുണ്ട്. റാം പേട്ടി എന്നാ പേര്. എന്താ ഈ പറയുന്നത്? ഏത് രാമു? അഞ്ജലി ചേച്ചിക്ക് ഏതോ ഒരു കോള് വരുന്നുണ്ട്.
സീതമ്മ, റാം പേറ്റിയന്റ് എന്നൊക്കെ പേരൊക്കെ ഉണ്ടാവോ? സിഹിമോളെ, അത് പേഷ്യന്റ്, പേറ്റിയന്റ് അല്ല. ഓ, പേഷ്യന്റ്. ശരി, നീ അഞ്ജലി ചേച്ചിക്ക് ഫോൺ കൊടുക്ക്, ഞാൻ പിന്നെ വിളിച്ചോളാം. നിന്നെ കൊണ്ടുവരാൻ വരാട്ടോ. അഞ്ജലി ചേച്ചി, എന്റെ ഫ്രണ്ടിന്റെ പേര് പേഷ്യന്റ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തത് എന്തിനാ? സിഹിമോളെ, അത് നിന്റെ ഫ്രണ്ട് അല്ല, എന്റെ പേഷ്യന്റ്. ഓ, നിങ്ങള് ഡോക്ടർ അല്ലേ, അതുകൊണ്ടാ ഫോൺ ചെയ്യുന്നത്. നിന്റെ പ്രിയ നിനക്ക് വേണ്ടി നല്ല സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പ്രേമാന്യം കൂടെയുണ്ട്. മോള് പോയി ഭക്ഷണം കഴിക്ക്, ഞാനിവിടെ ഫോൺ ചെയ്യട്ടെ. ഓക്കേ. അപ്പോ ഒരു വലിയ പ്രശ്നമുണ്ട് മോനെ. നിന്നോട് അതെങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. ഞാനായിട്ട് തന്നെ എല്ലാം ശരിയാക്കി തരാന്ന് കരുതിയതാ. പക്ഷേ എല്ലാം കൈവിട്ട് പോവാണല്ലോ. അപ്പോ ഇപ്പൊ എന്താ പ്രശ്നം മേമ? അച്ഛൻ സീതയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞില്ലേ? നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവളെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നാ മതി. എന്ന് വെച്ചാ? അത് പിന്നെ അപ്പോ സോറി മോനെ, നമ്മുടെ അച്ഛന് സീതയ്ക്കൊരു മകളുണ്ടെന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല. മേമ എന്താ ഈ പറയുന്നത്? അതെ, അപ്പോ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കില്ലടാ. നിങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ ഈ കാര്യം മറച്ചു വെച്ചേ പറ്റൂ. അപ്പോ മേമ, ദാറ്റ്സ് ഇംപോസിബിൾ. സീതയും സിഹിയും ദേ ആർ വൺ. സിഹിയുടെ കാര്യം മറച്ചു വെച്ച് ഞാൻ സീതയെ ഒരിക്കലും കല്യാണം കഴിക്കില്ല മേമ. ഞാൻ സീതയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ സിഹി എന്റെ മകളാണെന്ന് ഞാൻ എപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു മേമ. ആൻഡ് മുത്തശ്ശനും സിഹിയെ കുറിച്ച് എല്ലാം തന്നെ അറിയാം. നമ്മുടെ അശോകിന്റെ കല്യാണത്തിന് അവർ തന്നെ ഫ്രണ്ട്സ് ആയതാണ്. ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പോ, പക്ഷെ സിഹി സീതയുടെ മകളാണെന്നതിനെ കുറിച്ച് അച്ഛൻ അറിയില്ല റാം. പക്ഷെ മേമ, മുത്തശ്ശൻ തന്നെ പറഞ്ഞല്ലേ സീതയെ കുറിച്ച് എല്ലാം തന്നെ അറിയാമെന്ന്. ഞാൻ സിഹിയെ കുറിച്ച് പറയാൻ വേണ്ടി പോയപ്പോ നിങ്ങളെല്ലാം പറഞ്ഞു എന്ന് മുത്തശ്ശൻ പറഞ്ഞല്ലേ മേമ? മേമ മുത്തശ്ശന്റെ അടുത്ത് എല്ലാം പറഞ്ഞു എന്നാ ഞാനും സീത എപ്പോഴും വിശ്വസിക്കുന്നത്. അത് പിന്നെ സീതയുടെ കാര്യം പറയാൻ എനിക്ക് പേടിയായിട്ടാടാ. അന്ന് നിനക്ക് ഒരു ഡിവോഴ്സിയുടെ കല്യാണാലോചന വന്നപ്പോ തന്നെ അച്ഛന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയാലോ. അപ്പൊ പിന്നെ സീതയ്ക്കൊരു മകളുണ്ടെന്ന കാര്യം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാ ഇനി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള പേടിയാണ് അപ്പോ എനിക്ക്. എന്ന് കരുതി നിന്റെ സീതയുടെയും കാര്യം കല്യാണത്തിന്റെ അന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ഛൻ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയേനെന്ന്, കല്യാണം കഴിക്കാനും നിന്നെ നിർബന്ധിച്ചേനെ. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്ന നിന്നെ ചതിക്കുന്ന പോലെ ആവില്ലേ അപ്പോ? എനിക്ക് എന്റെ അപ്പോ ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സിഹിയുടെ കാര്യം അച്ഛനോട് പിന്നെ പറയാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പോ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? അല്ല പ്രിയ, ഇന്നിപ്പോ അവന് ഓഫീസിലേക്ക് പോകണമെന്ന് നിർബന്ധമായിരുന്നോ? അല്ല, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. കുറച്ചു നേരം ഭാര്യയുടെ കൂടെ ഇരുന്ന് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അവന്റെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ഇതൊന്നും എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അല്ലമ്മേ, ഞങ്ങൾ രണ്ടാളും ഈ കല്യാണത്തിരക്കിനിടയ്ക്ക് ഓഫീസിലെ കാര്യം ആലോചിച്ച് ബുദ്ധിമുട്ടാവാതിരിക്കാൻ റാമു സീതയെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നേ. അതിനവരിന്ന് ഓഫീസിലേക്ക് പോയത്. അതിലെന്താ തെറ്റ്? അല്ലടി, നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ 2 ദിവസം ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കണം തോന്നില്ലേ? അമ്മേ, എന്തിനാ ഈ 2 ദിവസമാക്കുന്നേ? ഇനി ലൈഫ് ലോങ് ഞാൻ ആളുടെ കൂടെ തന്നെയല്ലേ ഉണ്ടാവുക. ഇത്രയും നാളും കല്യാണം കഴിക്കുന്ന പറഞ്ഞ് ശല്യം ചെയ്യായിരുന്നു. ഇപ്പോ വേൾഡിലെ തന്നെ ബെസ്റ്റ് ചെറുക്കനെ ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പൊ രണ്ടാളും നല്ല സമാധാനത്തിലാ പോകുന്നേ. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? ഒന്ന് അടങ്ങിയിരിക്കെ, കൂൾ. അങ്ങനെ അല്ലടി, അവൻ നല്ലവനല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല.
പക്ഷേ നമ്മള് ഭാര്യമാർക്ക് കുറച്ച് കാര്യങ്ങളിൽ കൺട്രോൾ ഉണ്ടാവണം. നിനക്കിതൊന്നും മനസ്സിലാവില്ല പ്രിയ. അമ്മേ, ആവശ്യമില്ലാത്ത പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് ചോദിക്കാം. അല്ല, എന്തായി ചെയ്തത് മേമ? നിങ്ങൾ എന്നെ സീതയെ കുറിച്ച് മുത്തശ്ശനോട് പറഞ്ഞപ്പോ തന്നെ സിഹിയെ കൊണ്ടുവന്ന് മുത്തശ്ശന്റെ മുമ്പിൽ നിർത്തണമായിരുന്നു. തെറ്റായിപ്പോയി. ഇറ്റ്സ് ഓക്കെ മേമ, എന്നാലും ലേറ്റ് ആയിട്ടില്ല. ഞാൻ മുത്തശ്ശനോട് പോയി എല്ലാം പറയാം. അപ്പോ നിനക്ക് എന്താടാ പറ്റിയേ? മുത്തശ്ശന്റെ അവസ്ഥ നീയും കണ്ടതല്ലേ? ഡോക്ടർ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? BP കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് അവര് പറഞ്ഞില്ലേ? ഇപ്പോഴെങ്ങാനും നീ പോയി സിഹിയുടെ കാര്യം പറഞ്ഞാ ഇനി എന്താവൂന്ന് അറിയില്ല. പോ, വേണ്ടടാ, പ്ലീസ്. അതൊക്കെ ഓക്കെ മേമ, പക്ഷെ എന്ന് കരുതി മുത്തശ്ശന്റെ അടുത്ത് നിന്നൊന്നും മറച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോ ഇല്ല മേമ, ഇതൊന്നും എനിക്ക് മറച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ അതേ പറയാൻ പോവാ. വേണ്ടടാ, പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കാ. പോ, നോക്ക്, എനിക്ക് നിന്റെ സ്നേഹവും നിന്റെ ഭാവിയും എത്ര ഇമ്പോർട്ടന്റ് ആണോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് എനിക്ക് അച്ഛന്റെ ജീവനും. പ്ലീസ് അപ്പു, എന്നെ ആലോചിച്ചിട്ടെങ്കിലും ഒന്നും പറയാതിരിക്കണം, പ്ലീസ്. സിഹി, ബേബി, ദേ ഭക്ഷണം കഴിക്ക. നീ കുക്ക് ചെയ്തതാണോ? അതെ ബേബി, നിനക്ക് പുറത്തുനിന്നുള്ള ഫുഡ് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഓക്കേ. നിന്റെ ചേച്ചി എവിടെ പോയി? അഞ്ജു, അഞ്ജു, സുബലക്ഷ്മി. വാവ്, സൂപ്പർ. അതെ, ഞാനിനി ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ ശ്രീരാമേട്ടനെ കല്യാണം കഴിയണം. അവരുടെ വീട്ടിൽ ഓക്കെ ആയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് മുത്തശ്ശൻ ഓക്കെ ആയിട്ടുണ്ട്. സോ ഇനി കല്യാണം വല്ലാണ്ട് ലേറ്റ് ആവില്ല. അതുവരെ ഇനി ക്ലിനിക്കിലേക്കുള്ള എന്റെ വരവ് കുറയും. അഞ്ജു, ശരി, ഞാൻ പിന്നെ വിളിക്കാവേ. ആ ചേച്ചി, ഫോണിലായിരുന്നോ? ആരാ? നിന്റെ പേഷ്യന്റാ? നിന്റെ വോയിസ് കേട്ടില്ലെങ്കിൽ അയാളുടെ അസുഖം മാറില്ലേ? എന്റെ കല്യാണ ദിവസം ഒരാൾ ഫോൺ ചെയ്തിരുന്നില്ലേ, അയാളാണോ ഇത്? ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറിനെ ഇത്രയും സ്നേഹിക്കുന്ന ഞാനൊന്നും കണ്ടിട്ടില്ലേ. അവരല്ലേ ചേച്ചി, വേറെ. വേറെന്ന് വെച്ചാ? ഓ, അപ്പൊ നിന്നെ ഇഷ്ടമുള്ള പേഷ്യൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വെറും പേഷ്യന്റ് മാത്രാണോ അതോ വേറെ എന്തെങ്കിലും? ചേച്ചി, ഓക്കെ, ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സംഭാഷണം അവസാനിച്ചെങ്കിൽ ഞാൻ നിനക്കൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ട് എനിക്ക് എത്ര മാർക്ക് തരാൻ പറ്റുമെന്ന് പറ. വാ. എന്താ നീ നിന്റെ ഇഷ്ടത്തിന് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീ അവരുടെ രണ്ടുപേരും സ്നേഹത്തിലെ ബോംബിടാനുള്ള പരിപാടിയാന്ന്. നീ ഒരൊറ്റ കാര്യം നന്നായി ഓർത്തു വെച്ചോ. രാമന്റെയും സീതയുടെയും ശിരസുകളിൽ നമ്മൾ അക്ഷതങ്ങൾ സമർപ്പിച്ചിരിക്കും. അവർക്ക് രണ്ടുപേർക്കും അച്ഛന്റെ ആശീർവാദം ഉറപ്പായും ലഭിച്ചിരിക്കും. അതും കൂടാതെ നിന്റെ ഈ കള്ള നാടകം എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. പാവം സത്യ, നിന്റെ ജീവിതം ഒന്ന് നോക്ക്. വെറും കള്ളുകുടി മാത്രമേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. സമ്മതിച്ചു. നീ എന്നെ എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം മാറ്റിയെടുത്തെന്നുള്ള കാര്യം എനിക്കറിയാം.
ഈ സത്യം പറഞ്ഞാലും ആരും എന്നെ വിശ്വസിക്കില്ല. ഇവിടെ ഞാനൊരു അധികപ്പറ്റു പോലെയാ. അതെ, യെസ്. പക്ഷേ ഞാൻ കുടിച്ചിട്ട് വല്ലതും പറഞ്ഞാലും നിനക്കത് പേടിയാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇന്നല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു പോയ വില ഇനി എനിക്ക് വീണ്ടും ഇവിടെ തിരിച്ചു കിട്ടുമോ? നിന്റെ ഈ കള്ളനാടകം ഇവിടെ ഉള്ളവരൊക്കെ തിരിച്ചറിഞ്ഞാലോ എന്നൊരു പേടി അപ്പൊ നിനക്കുണ്ട്. നോക്ക്, രാമനെയും സീതയെ അവരുടെ വഴിക്ക് അങ്ങ് ജീവിക്കാൻ വിട്ടേരെ. എന്തെങ്കിലും ദുർബുദ്ധി തോന്നിച്ച് അവരെ രണ്ടുപേരെയും പിരിക്കാനുള്ള എന്തെങ്കിലും വഴി നോക്കിയാ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. ബാക്കിയുള്ളവരെ നിനക്ക് ചിലപ്പോൾ പറ്റിക്കാൻ കഴിഞ്ഞെന്ന് വരും. നടക്കില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തത് ചെയ്തിട്ട് നിനക്ക് തന്നെ നീ പാരയാകാതിരുന്നാൽ കൊള്ളാം.